ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. മലേഷ്യയിൽ വന്നിട്ടുള്ള ആദ്യത്തെ വീക്കിലെ കുറച്ച് വീഡിയോസാണ് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണിത്. മെയിൻലി ഓംലെറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ദോശ കിഷൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേയിലെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ താമസിച്ചത് AC ഹോട്ടൽ ബൈ മാരിയറ്റിലായിരുന്നു, പെനാങ് ഐലൻഡിൽ. 2 ആഴ്ചത്തേക്ക് വേണ്ടിയിട്ടാണ് കമ്പനി നമുക്ക് ഈ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായത്. ബട്ട് കുറച്ച് ടെക്നിക്കൽ ആൻഡ് ലീഗൽ ഡിലേസ് വന്നതുകൊണ്ട് നമുക്ക് 1 മാസം വരെ ഇവിടെ നിൽക്കേണ്ടി വന്നു. എന്തായാലും നല്ലൊരു പ്രോപ്പർട്ടി ആയിരുന്നു, നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ. ഗുഡ് മോർണിംഗ് ഫ്രം പെനാങ്. ഇതാണ് നമ്മൾ നിൽക്കുന്ന വീട്. അയ്യോ, നമ്മുടെ ജിമ്മ്. ഹെൽത്തി ആയിട്ടുള്ള കുറെ ആൾക്കാർ അകത്തുണ്ട്. ഓ, ഇത് എക്സ്റ്റേണൽ ഇവർ മെയ്ഡ് ചെയ്ത കേട്ടോ. അടിച്ചണ. ഓ, ഇതുണ്ട്. കുഴപ്പമില്ല. വെള്ളം ഇല്ല. ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ. ചെരുപ്പ് ഇടണ. കൊള്ളാം കേട്ടോ, എല്ലാം ഉണ്ട് ഏകദേശം. നമ്മുടെ റൂമിൽ നിന്ന് വലിയ വ്യൂ ഒന്നും ഇല്ല, എന്നാലും ചെറിയ വ്യൂ ഒക്കെ ഉണ്ട്. ഇതുണ്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ വീടുകൾ എന്ന് തോന്നുന്നു. ആൻഡ് കാണുന്നതാണ് ബ്രിഡ്ജ്. നമ്മുടെ പെനാങ് ഐലൻഡ് മെയിൻ ഐലൻഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ് ആട്ടോ അത് ഇവിടുന്ന് കാണാം. ഇതൊക്കെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പാർട്ട് തന്നെയാണ്. ഇത് കാണില്ല. 2 വർഷം മുന്നെയാണ് നമ്മുടെ കമ്പനി പെനാങ്ങിൽ വരുന്നത്. അപ്പോഴൊക്കെ ഞാൻ പെനാങ് എന്നാണ് കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ എത്തിയിട്ട് ഞാൻ ആദ്യത്തെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടപ്പോൾ ആൾക്കാർ പറഞ്ഞത് പെനാങ് അല്ല പിനാങ് ആണെന്ന്. സോ അപ്പോൾ പിനാങ് പിനാങ്. എന്തായാലും പിനാങ് ഈസ് റിയലി ലൈക്ക് അവർ കേരള. നമ്മളൊന്ന് സിം എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോകാൻ നിൽക്കുകയാണ്. ഞാൻ റെഡി. ട്രെൻഡ്സ് എന്ന് വാങ്ങിച്ചു ടോപ്പാട്ടോ. ദേവി, I thought you go. Hi guys. ഈ ഗൈസിന് എല്ലാവർക്കും അറിയാം. They're all used to my video and everything. Hi guys, Devi is back. ഞാൻ ആക്ച്വലി ഒരു സാറ്റർഡേ നൈറ്റാണ് പിനാങ്ങിൽ എത്തുന്നത്. സോ സൺഡേ നമുക്ക് ഓഫ് ആയതുകൊണ്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്ത് ഞങ്ങൾക്ക് ക്വീൻസ് ബേ മോൾ എന്ന് പറഞ്ഞിട്ടൊരു മോൾ ഉണ്ടായിരുന്നു. സോ അങ്ങോട്ടേക്ക് എല്ലാവരും പോകാമെന്ന് വെച്ചു. ഇവിടെ നമ്മളെ ബാംഗ്ലൂരുള്ള പോലെ ഊബറൊന്നുമില്ല. ഇവിടെ എല്ലാത്തിനും ഗ്രാബാണ് മോസ്റ്റ്ലി ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഗ്രാബിൽ നിന്ന് കിട്ടിയത് ഒരു വയസ്സായ അമ്മൂമ്മയായിരുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ കൂടുതലുള്ളത് ചൈനീസ് ആൾക്കാരാണ്, പിന്നെ ഇന്ത്യൻ തമിഴ് ആൾക്കാർ, പിന്നെ ഇവിടുത്തെ മലേഷ്യൻസ് ആണ്. അങ്ങനെ നമ്മൾ ക്വീൻസ് ബേ മോളിലെത്തി. ഫസ്റ്റ് നമ്മൾ പോയത് സെൽകോം ഡിജിയിലാണ് സിമ്മൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം വലിയൊരു മോൾ തന്നെയാണ് ക്വീൻസ് ബേ മോള്. ഇല്ലാത്ത ബ്രാൻഡ്സ് ഒന്നുമില്ല. ഈവൻ ഷിനയിലടക്കം ഇതിൻ്റെ അകത്തുണ്ട്. കുറേ ഇമ്പോർട്ടഡ് സാധനങ്ങൾ കിട്ടുന്ന ഷോപ്സും ഉണ്ട്. കുറേ സൂപ്പർ മാർക്കറ്റ്സും ഫുഡ് കോർട്ടും ഒക്കെ ആയിട്ട് ഒരു ഡേ മൊത്തം ചെലവഴിക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ നമ്മൾ വിശന്നപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയി. ബനാന ബ്രോസ് എന്ന് പറഞ്ഞ ഇലയിൽ വരെ കുത്തി തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഫുഡുമായിട്ട് ഏകദേശമൊക്കെ മാച്ച് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ നോക്കി വാങ്ങിച്ചു. റൈസും കറീസും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകം വേറൊരു ടേസ്റ്റ് വന്നില്ല. നമ്മളെ നാട്ടിലെ ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു. ക്രാബ് കറി കൊള്ളാം. ഇത് സിമ്മ് നടന്ന് സിമ്മ് തപ്പി സെല്ലി തപ്പി മടുത്ത്. Hello, I'm again back. Guys, Penang is really expensive. Malaysia is really expensive.
ഈ വലുപ്പത്തിലുള്ള ഒരു പിസ്സ ഓർഡർ ചെയ്തത് നമ്മുടെ നാട്ടിൽ ഏകദേശം 700 രൂപയായി. ഇത് അകത്ത് ടേസ്റ്റ് ഉണ്ടായാൽ മതിയായിരുന്നു. ഇന്നലെ വാങ്ങിച്ചത് അത്രയും ഫ്ലോപ്പായിരുന്നു. ടെൻഷനടിച്ചിട്ട് ഇന്ന് ഞാൻ വിചാരിച്ചു ഇവരുടെ ഫുഡ് വാങ്ങിക്കുന്നത് നടക്കില്ല, അത് കുറച്ചും കൂടി എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. US പിസ്സ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഓർഡർ ചെയ്ത കേട്ടോ. ഓ, എൻ്റെ തലയിലെടുത്ത് വലുപ്പം കൂടിയല്ല. ബാംഗ്ലൂരൊക്കെ 600 രൂപയ്ക്ക് എന്ത് വലിയ പിസ്സ കിട്ടും. അത് നമുക്ക് കുഴപ്പമില്ല, എനിക്ക് കഴിക്കാൻ മതി. എന്നാലും 700 രൂപേൻ്റെ പിസ്സയായി തന്നെ. എൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സാധനം മാത്രമേ തോന്നുള്ളൂ. ഇത് മുളകാണ്, ക്രഷ്ഡ് ചില്ലീസ്, ഒരു ടൊമാറ്റോ കെച്ചപ്പോ എന്തും ഒന്ന് തരണ്ടേ, ഒന്നുമില്ല. ഓക്കെ, ക്വാണ്ടിറ്റി പോട്ടെ, ക്വാളിറ്റി ഉണ്ടോ നോക്കാം. മുറിച്ച് തിന്നു. ടേസ്റ്റ് ഉണ്ടാവണേ നാഥ. ടേസ്റ്റൊക്കെ ഉണ്ട്. കൊള്ളാം. എന്നാലും നമ്മുടെ നാട്ടിൽ ബാംഗ്ലൂർ കിട്ടുന്ന അത്ര ടേസ്റ്റ് ഒന്നുമില്ല. എഡിബിളാണ്, ഈറ്റബിളാണ്. സോ ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് ഡേ. ചൂടായതുകൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടു. നടക്കാണ് വായിച്ചിട്ട് ഇതെന്താ ഗ്ലാസ് നൂഡിൽസാ? കണ്ടിട്ട് നൂഡിൽസ് അത് തോന്നി. അങ്ങനെ എടുത്ത് പൊട്ടേറ്റോസ്. അങ്ങനെ നെക്സ്റ്റ് ഡേ മൺഡേ നമുക്ക് ഓഫീസിൽ പോകണ്ടായിരുന്നു. രാവിലെ തന്നെ എഴുന്നേറ്റു. 9 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞായിരുന്നു. സോ ഞങ്ങളെല്ലാവരും 9 മണിയാകുമ്പോൾ ഓഫീസിലെത്തി. ലാപ്ടോപ്പും സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനേ ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നുള്ളൂ. സോ അതൊക്കെ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോയത് വീട് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ വീട് നോക്കാൻ സ്റ്റാർട്ട് ചെയ്തു. വീട് നോക്കാൻ പോവാണ്. അങ്ങനെ ഈ വണ്ടി ഓടിക്കുന്ന പെൺകുട്ടിയാണ് നമ്മുടെ ഏജൻറ്റ്. കമ്പനി അറേഞ്ച് ചെയ്ത ഏജൻ്റാണ്. ഇവരിൽ ഒരു 5-6 വീടൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. കൂടുതലും ഞങ്ങൾ പ്രിഫർ ചെയ്തത് ഓഫീസിന് അടുത്തുള്ള ഒരു ലൊക്കേഷനിലുള്ള വീടുകളാണ്. അതൊക്കെ തന്നെയാണ് ഇവരും കാണിച്ചത്. പിന്നെ പെനാങ്ങിൽ ഏകദേശം എല്ലാം ഒരു 15 കിലോമീറ്റർ ചുറ്റളവിലേ ഉള്ളൂ സാധനങ്ങളൊക്കെ. പിന്നെ ഞങ്ങളുടെ ഓഫീസ് ഇപ്പോൾ ഉള്ള ബിൽഡിങ്ങിൽ നിന്ന് വേറൊരു ബിൽഡിങ്ങിലേക്ക് ഡിസംബറൊക്കെ ആകുമ്പോൾ മാറുന്നുണ്ട്. സോ അതിൻ്റെയും രണ്ടിൻ്റെയും ഏകദേശം നടുക്കായിട്ടുള്ള വീട് കിട്ടണം എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ വീട് നോക്കാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ബ്രോക്കർ നമ്മളിവിടെ വിട്ടിട്ട് കാറ് പാർക്ക് ചെയ്യാൻ പോയിരിക്കുക. അയ്യോ, വെയിൽ എന്നൊക്കെ പറഞ്ഞാൽ ചൂട്. ഇതൊക്കെയാണ് ഇവർ പറയണേ. 3 bedrooms ഇതൊക്കെയാണ് ഇവരുടെ റേറ്റ്സ്. ബ്രിഡ്ജ് വ്യൂ ഒക്കെ ഉണ്ട് ഇവിടെ. കുറേ നാളെ താമസില്ല, നല്ല നാട്ടിൽ. എന്താണ് വർക്ക് ഏരിയ? ഇതാണ് റൂംസ്. ഒരു വാഷ്റൂമേ ഉള്ളൂ. Only one washroom, huh? Washroom. Okay, one attached. ഈ കാണുന്നൊക്കെ വീടാന്ന് തോന്നുന്നു കേട്ടോ. ഇൻഡിവിജ്വൽ ഹൗസസ് ആണ്. ഇതാണ്
പോകുക. പെനാങ് ഐലൻഡിനെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ. സോ അങ്ങനെ അതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ട വീട്. പിന്നെ നമ്മൾ സെക്കൻഡ് ഒരു വീടും കൂടെ കാണാൻ പോയി. അതും ഒരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഫസ്റ്റത്തെ വീടിനെക്കാട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് സെക്കൻഡാമത്തെ വീടാണ്. ബിക്കോസ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഡയറക്റ്റ് ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇതാണ്ടോ നമ്മുടെ ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. ഇത് എയർപോർട്ടാണ്. ഇതാണ് റൂമ്. ദേവി ഈസ് കമ്മിങ്. ഹായ് ഗൈസ്. സോ 2 അപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ നോക്കി. കൊള്ളാം, രണ്ടും കൊള്ളാം. ഒന്നും അത്ര കൊള്ളത്തില്ല, രണ്ടാമത്തെ നല്ല കൊള്ളാം. ഇന്ന് ശരിക്കും നമുക്ക് 2 അപ്പാർട്ട്മെൻറ്റ് നോക്കാൻ മാത്രമേ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതേ ബിൽഡിങ്ങിൽ വേറൊരു അപ്പാർട്ട്മെൻറ്റും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. സോ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് പോയി. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു കിച്ചൺ, സ്റ്റോർ റൂം ഒക്കെ, വാഷിംഗ് മെഷീനൊക്കെ ഒക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ റൂമുണ്ട്. ചെറിയ റൂമാണ്, കൺജസ്റ്റഡ് ആണ്. AC ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇത് വാഷ്റൂം മാറിയിട്ട് ഇത് നെക്സ്റ്റ് റൂം. കിറ്റ്. ഈ ബെഡ്റൂമിലും അത്യാവശ്യം വ്യൂ എടുക്കും. അങ്ങനെ ഇന്നത്തെ ഹൗസ് ഹണ്ടിങ് അവസാനിപ്പിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് നടക്കുവാണ്. അമ്മേ, അങ്ങനെ നമ്മൾ തിരിച്ച് ഹോട്ടലിലെത്തി. നമ്മൾ റൂമിലോട്ട് പോയി. ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അവിടുന്ന് കണ്ടിട്ടൊന്നും പിടിക്കാത്തതുകൊണ്ട് വേറൊരു കടയിൽ പോയിട്ടാണ് കഴിച്ചത്. ഒരു പാകിസ്ഥാനിക്കാരുടെ കടയായിരുന്നു. പിന്നെ വേറൊരു ഓപ്ഷനും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ബിരിയാണി ഓർഡർ ചെയ്തു. ബിരിയാണി ബിലോ ആവറേജ് തന്നെ എന്ന് വേണം പറയാം. എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ വിശപ്പുള്ളതുകൊണ്ട് കഴിച്ചു. ഞാൻ ഭയങ്കര ടയേർഡായിട്ടുണ്ട്. ഒന്നും ശരിയില്ല. ശരിയാ, ഫോർക്ക് മതിയല്ലോ. പക്ഷെ ഒരു ഡ്രൈ ആയല്ലേ റൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ ഈവനിങ് ആയി. ഞാനൊരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നല്ല രസമാണ് ചുമ്മാ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഹൗസ് ഹണ്ടിങ് ഒക്കെ എന്തായിരുന്നു, കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. മലേഷ്യ സോ എക്സ്പെൻസീവ്. എല്ലാത്തിനും നല്ല മുടിഞ്ഞ റേറ്റാണ്. മിനിമം ഒരു 30-50K ഇല്ലാണ്ട് ഇവിടെ നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇന്ന് കുറച്ച് അപ്പാർട്ട്മെൻറ്റ്സ് കണ്ടു. എല്ലാം 3 BHK 4 BHK ഒക്കെയാണ്. 2 BHKs ഒക്കെ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. കോണ്ടോസ് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്സിൽ ഗേറ്റഡ് സെക്യൂരിറ്റീസിൽ നമ്മൾ റൂം എടുക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്, സേഫും. ഇവിടെ തെഫ്റ്റ് കുറച്ച് കൂടുതലാണെന്നാണ് കേട്ടത്. സോ ടയേർഡായി. ഇന്ന് 2-3 അപ്പാർട്ട്മെൻറ്റ്സിൽ പോയി. അങ്ങനെ നൈറ്റ് ആയപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് ഡിന്നർ കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള ഗെറ്റ് റെഡി ആയിരുന്നു നിങ്ങൾ ഈ കാണുന്നത്. തലയിൽ വലിയൊരു ബൾബ് വന്നിട്ടുണ്ട്. പിമ്പിൾ പാച്ച് വാങ്ങിക്കണം. നൈറ്റും നമ്മൾ സെയിം ഹോട്ടലിലേക്ക് തന്നെയാണ് വന്നത്. ഇത്തവണ ഒരു വെറൈറ്റിക്ക് നാനും ബട്ടർ ചിക്കനൊക്കെയാണ് കഴിച്ചത്. ബട്ടർ ചിക്കനൊക്കെ ശരിക്കും പറഞ്ഞാൽ ചീസൊക്കെ ഇട്ട് മെൽറ്റ് ചെയ്ത് വേറൊരു ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈക്വൽ ഷെയർ. എങ്ങനെയുണ്ട് ദേവി?
അങ്ങനെ അതായിരുന്നു നമ്മൾ ലാസ്റ്റായിട്ട് അവിടെ നിന്ന് കഴിച്ച ഫുഡ്. അതിന് ശേഷം അങ്ങോട്ട് പോയിട്ടേ ഇല്ല. സോ വീഡിയോ ഇഷ്ടപ്പെട്ടത് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.